സോ ഗൈസ്, ഇന്ന് നമ്മൾ കിങ്സ്റ്റൺ ബ്രാൻഡിൻ്റെ NV3 എന്ന മോഡൽ NVMe SSD ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു Gen 4 ബേസ്ഡ് SSD ആണ് ആൻഡ് കറൻറ്റ് ടൈംസിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു Gen 4 ബേസ്ഡ് SSD ആണ് വിത്ത് അത്യാവശ്യം നല്ല റീഡ് റൈറ്റ് സ്പീഡ്സ് ആൻഡ് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്ന ഒരു SSD ആണ്. ബട്ട് സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്യോഡോൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ, തുടങ്ങാം. സോ കിങ്സ്റ്റൺ ബ്രാൻഡിൽ പല സീരീസ് ഓഫ് NVMe SSDs അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് ഈ NV സീരീസ്. NV3 ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നത്. ഇതിൻ്റെ പ്രിഡസസർ ആയിരുന്നു NV2 ആൻഡ് അതിന് മുമ്പേ വന്നതാണ് NV1. NV1ഉം NV2നെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും വാങ്ങാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് നമ്മുടെ ഇതുവരെ ചെയ്ത ബിൽഡ്സിൽ NV1 ഓർ NV2 SSDs ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല. ബട്ട് NV3 വരുമ്പം ഫ്യൂ തിങ്സ് ഹാവ് ചേഞ്ച്. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് തോന്നി. സോ നമ്മൾ റീസെൻ്റ്ലി ബിൽഡ് ചെയ്ത ഒരു PC-ലും ഈ SSD യൂസ് ചെയ്തായിരുന്നു. സോ നമ്മൾ എന്തായാലും NV3യുടെ 1TB മോഡലാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആൻഡ് 1TBയുടെ അപ്രോക്സിമേറ്റ് പ്രൈസിങ് 5000 to 5500 ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ആൻഡ് മേ ബി ഡീൽസ് ടൈമിൽ 5000 താഴെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ. സോ ദാറ്റ്സ് വൈ ഒരു എൻട്രി ലെവൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു Gen 4 ബേസ്ഡ് NVMe SSD ആണ് NV3. ഓക്കെ, NV3 SSDയുടെ കപ്പാസിറ്റി വൈസ് പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ കിങ്സ്റ്റൺ NV3 4 ഡിഫറെൻറ്റ് സൈസ് കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. 500GB, 1TB, 2TB ആൻഡ് 4TB. 500GB മോഡലിൻ്റെ പ്രൈസിംഗ് വരുന്നത് 3000 to 3300 ഈ റേഞ്ചിന് ഇടയ്ക്കാണ്. 1TBയുടെ ഞാൻ പറഞ്ഞു 5000 to 5500 ഇടയ്ക്കാണ്. ചിലപ്പം ഡീൽസ് ആൻഡ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അതിലും കുറയും. 2TB മോഡലിൻ്റെ പ്രൈസിംഗ് അപ്രോക്സിമേറ്റ്ലി 11,000 rupees ആണ് വരുന്നത്. ആൻഡ് 4TB വേർഷൻ്റെ വേരിയൻറ്റ് 23,000 to 24,000 പ്രൈസ് റേഞ്ചിലായിരിക്കും 4TB വേർഷൻ കിട്ടുന്നത്. അഗൈൻ എല്ലാ SSD വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ 1TB വേർഷൻ്റെ ആണ് റിവ്യൂ ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി മെയിൻ സ്പെക്സ് എല്ലാം 1TBയുടെ ആയിരിക്കും പറയുന്നത്. സോ കപ്പാസിറ്റി വൈസ് സ്പെക്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും, സ്പീഡിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടാകും, എൻഡ്യൂറൻസിലും അതുപോലെ പല ഫാക്ടേഴ്സിൽ ചെറിയ ഡിഫറൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. സോ നിങ്ങൾ എന്തായാലും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാണോ കപ്പാസിറ്റി അതിൻ്റെ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്സും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്തായാലും മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് 1TB വേരിയൻ്റ് ആണ്. കാരണം 1TBയുടെ ആയിരിക്കും കൂടുതലും മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. സോ വിത്ത് ദാറ്റ് സെഡ് എന്തായാലും കിങ്സ്റ്റൺ NV3യുടെ ബേസിക് സ്പെക്സ് നമുക്ക് നോക്കാം. NV3യുടെ 1TB വേരിയൻ്റ് ആണ്. Gen 4 ബേസ്ഡ് SSD ആണ്. സോ ഒരു Gen 4 ബേസ്ഡ് കൺട്രോളർ ആണ് ഇതിലുള്ളത്. കൺട്രോളർ ഇതിൽ യൂസ് ചെയ്യുന്നത് സിലിക്കോൺ മോഷൻ എന്ന ബ്രാൻഡിൻ്റെയാണ്. SMI SM2268XT2 എന്ന മോഡലാണ്. സിമിലർലി ഇതൊരു QLC NAND ഫ്ലാഷ് യൂസ് ചെയ്യുന്ന SSD ആണ്. കിയോക്സിയോ ബ്രാൻഡിൻ്റെയാണ് NAND ഫ്ലാഷ് യൂസ് ചെയ്യുന്നത്. BIC S6 എന്ന മോഡലാണ്. ബഡ്ജറ്റ് SSD ആയതുകൊണ്ട് തന്നെ DRAM ക്യാഷും കാര്യങ്ങളൊന്നുമില്ല. HMB SLC ക്യാഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കിങ്സ്റ്റൺ പറയുന്ന റീഡ് റൈറ്റ് സ്പീഡ്സ് നോക്കുവാണെങ്കിൽ റീഡ് സ്പീഡ് 6000 Mbps റൈറ്റ് സ്പീഡ് 4000 Mbps ആണ്. എൻഡ്യൂറൻസ് 320 TBW ആണ് ആൻഡ് വാറണ്ടി ഈസ് 3 years. സോ ഇതാണ് NV3 SSDയുടെ ബേസിക് സ്പെക്സ്. വാറണ്ടി 3 years തന്നെയാണ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടെസ്റ്റിംഗിലോട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സീക്വൻഷ്യൽ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ക്രിസ്റ്റൽ ഡിസ്മാർക്ക് എന്ന സോഫ്റ്റ്വെയർ ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ടെസ്റ്റ് ആണ്. ഏറ്റവും ക്വിക്ക് ആയിട്ട് റീഡ് റൈറ്റ് സ്പീഡ്സ് നമുക്ക് അറിയാൻ പറ്റും. സോ ക്രിസ്റ്റൽ ഡിസ്മാർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റീഡ് റൈറ്റ് സ്പീഡ്സ് നോക്കുവാണെങ്കിൽ റീഡ് സ്പീഡ് കിട്ടുന്നത് 6140 Mbps ആണ്, വിച്ച് ഇസ് ലിറ്റിൽ ബിറ്റ് ഹയർ ദാൻ കിങ്സ്റ്റൺസ് അഡ്വർടൈസ് 6000 Mbps. ആൻഡ് റൈറ്റ് സ്പീഡ്സ് അതിലും കൂടുതലാണ്, 4000 Mbps ആണ് കിങ്സ്റ്റൺ പറയുന്നത്. ബട്ട് നമുക്ക് ക്രിസ്റ്റൽ ഡിസ്മാർക്കിൽ കിട്ടുന്നത് 5353 Mbps ആണ്. ഇതെന്തായാലും നമ്മൾ 1-2 സോഫ്റ്റ്വെയർസും കൂടി 1-2 ടെസ്റ്റിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട്സ് പറയാം. നെക്സ്റ്റ് ആണ് ആറ്റോ ബെഞ്ച്മാർക്ക്. സോ ആറ്റോ ബെഞ്ച്മാർക്ക് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള ബെഞ്ച്മാർക്ക് ആണ്. ഇതിൽ റോ ആൻഡ് കംപ്രസ്ഡ് ഫോർമാറ്റ് ഫയൽസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ 256 MBയുടെ ഒരു ഫയൽ എടുത്തിട്ടാണ് റീഡ് റൈറ്റ്സ് പല പ്രാവശ്യം റീഡും റൈറ്റും ചെയ്തിട്ട് അതും ഡിഫറെൻറ്റ് ട്രാൻസ്ഫർ സൈസസിലാണ് ഇത് ചെയ്യുന്നത്. 0.5 MB തൊട്ട് 8 MB വരെയുള്ള സൈസസിൽ പല ഡിഫറെൻറ്റ് സൈസസിൽ 256 MBയുടെ റോ ആൻഡ് കംപ്രസ്ഡ് ഡേറ്റ മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ആൻഡ് റൈറ്റ് ചെയ്തിട്ടാണ് ഈ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് വരുന്നത്. സോ ആറ്റോ ഡിസ്ക് മാർക്കിന്റെ റീഡിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ്ലി 6 Gbps സ്പീഡ്സ് ഈസിലി കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് റീഡ് സ്പീഡ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ക്ലിയർലി 6560 Gbps വരെ ഹയർ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ റൈറ്റ് സ്പീഡ്സും കൺസിസ്റ്റന്റ് ആണ്. 6000 അതേ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. സോ ഇതിപ്പോൾ യൂഷ്വലി ഇത്ര ഹൈ വരാറില്ല, പക്ഷേ ക്രിസ്റ്റൽ ഡിസ്ക് മാർക്കിലും 4000നെക്കാളും അറൌണ്ട് 1300 Mbpsന്റെ സ്പീഡ് കൂടുതലാണ് കാണിച്ചത്. ആൻഡ് ആറ്റോ ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിലും ഇവിടെ നമുക്ക് 6000 Mbpsന്റെ സ്പീഡ്സ് റീഡും റൈറ്റും രണ്ടും ഈക്വൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ പല ഡിഫറെൻറ്റ് സൈസസിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഹയർ സൈസസിലോട്ട് പോകുമ്പം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡ്സ് ആണ് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ് ബെഞ്ച് മാർക്ക് HT Tune Pro എന്നൊരു സോഫ്റ്റ്വെയർ യൂസ്
ചെയ്തിട്ടാണ്. സോ ഇവിടെ 200 GB ഒരു ലാർജ് ഫയലാണ് കോപ്പി ചെയ്യുന്നത് റീഡ് റൈറ്റ് സ്പീഡ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ നമുക്ക് മെമ്മറി കൺട്രോളറിൻ്റെയും ക്യാഷിങ്ങിൻ്റെയും രണ്ടിൻ്റെയും കൂടി ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊരു ഐഡിയ കിട്ടും. സോ ഇവിടെ ആക്ച്വലി ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള ഗ്രാഫിംഗ് ആണ് കാണുന്നത്. യൂഷ്വലി നമ്മൾ ലാസ്റ്റ് WD-SN5000 നിങ്ങൾ ആ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരുന്നു. ബട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിപ്സ് ഒക്കെ വരുന്നുണ്ട്. ഈവൻ ദോ സ്പീഡ്സ് കൂടുതലാണ്, 4500ഉം 5000 ഇടയ്ക്കാണ് സ്പീഡ് സബ്സ്റ്റാൻഷ്യലി കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റ് വന്നു കഴിയുമ്പം ഏറ്റവും ഹൈയിലോട്ട് പോകുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ ആറ്റോ ബെഞ്ച് മാർക്കിൽ കണ്ട 6000 Mbps റീഡും റൈറ്റും മേളോട്ട് കയറി പോകുന്നുണ്ട്. സോ കോപ്പിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗ്രാഫ് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. സോ 1-2 പ്രാവശ്യം നമ്മളിത് റൺ ചെയ്ത് നോക്കി. സെക്കൻഡ് ടൈം നോക്കുമ്പം റീഡ് സ്പീഡ്സ് ഏറ്റവും ഹൈയിലാണ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. 5000 താഴെയാണ് റൈറ്റ് സ്പീഡ്സ് കൺസിസ്റ്റൻ്റ്ലി നമുക്ക് കാണുന്നത്. സോ ഓവറോൾ സീക്വൻഷ്യൽ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സിൽ നമുക്ക് മേജർ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ഈവൻ ദോ ഗ്രാഫിൽ 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പം പല ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഓൺ ആവറേജ് നോക്കുവാണെങ്കിൽ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് കമ്പനി പറയുന്നതിലും എന്തായാലും കൂടുതൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി കുറച്ച് സിന്തറ്റിക് ബെഞ്ച് മാർക്സ് ആൻഡ് ഗെയിമിംഗ് ബെഞ്ച് മാർക്സ് നോക്കുവാണെങ്കിൽ മെയിൻലി നമ്മൾ ചെയ്യുന്നത് 3D മാർക്കിൻ്റെയും PC മാർക്ക് 10-ൻ്റെയാണ്. സോ ഫസ്റ്റ് 3D മാർക്കിൻ്റെ ഗെയിമിംഗ് ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്തെ പല ഡിഫറെൻറ്റ് ടാസ്ക് ആണ് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നത്. യൂഷ്വലി ഇതൊരു റിയൽ വേൾഡ് ടെസ്റ്റ് ആണ്. സോ നോർമലി നമ്മൾ ഗെയിമിംഗ് ചെയ്യുന്ന ഓൾമോസ്റ്റ് പല കാര്യങ്ങളും ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് വിത്ത് റെക്കോർഡിംഗ്, ഗെയിം ലോഡിംഗ്, ഗെയിം ഇൻസ്റ്റലേഷൻ, ഗെയിം കോപ്പിംഗ്, ഗെയിം മൂവിങ്, ഇതുപോലെ നമ്മൾ ഗെയിമിങ്ങുമായിട്ട് എന്തൊക്കെ മോസ്റ്റ്ലി ചെയ്യാറുണ്ടോ റിയൽ വേൾഡിൽ ഇതെല്ലാം കൂടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ കിങ്സ്റ്റൺ NV3യുടെ സ്കോർ നമുക്ക് ഇതുവരെ കിട്ടിയ, നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. 3486 ആണ് സ്കോർ. ഇത് നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത WD-SN5000-നെക്കാളും കൂടുതലാണ്. 3D മാർക്കിൻ്റെ തന്നെ ഓൺ ആവറേജ് ഗെയിമിംഗ് ബെഞ്ച് മാർക്കിൻ്റെ സ്പീഡിൻ്റെ ഫോമാറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഓൺ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടുന്നത് 603 Mbps ആണ്. ഇതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. സിമിലർലി ഗെയിമിങ്ങിൻ്റെ ലോഡിംഗ് ടൈമിൻ്റെ ഒരു ആവറേജ് ഇതാണ് കാണിക്കുന്നത്. ഗെയിംസിൻ്റെയും ആവറേജ് ഒരു ലേറ്റൻസി ആണ് കാണിച്ചേക്കുന്നത്. കിങ്സ്റ്റൺ NV3യുടെ ലേറ്റൻസി നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവാണ്. സോ കമ്പയർ ടു നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കുറഞ്ഞ ലേറ്റൻസി, ദാറ്റ് മീൻസ് അത്രയും ഫാസ്റ്റർ ആയിട്ടാണ് ഗെയിം ലോഡ് ആകുന്നത്. ഇത് 3 ഗെയിംസിൻ്റെ ആവറേജ് ആണ്. നിങ്ങൾക്ക് 3 ഗെയിംസിൻ്റെയും ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ ഈ ഒരു 3D മാർക്കിൻ്റെ സ്കോർ ഷീറ്റ് കണ്ടാൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതിൽ തന്നെ ആവറേജ് ആക്സസ് ടൈം, അതായത് ഇത്രയും ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ആവറേജ് എടുത്ത ഒരു ലേറ്റൻസിയുടെ ഇത് നോക്കുവാണെങ്കിലും കിങ്സ്റ്റൺ NV3 അത്രയും ലോ ടൈമാണ് എടുത്തേക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇതെല്ലാം കൂടി ആക്സസ് ചെയ്യാൻ എടുത്ത ടൈം. സോ ആ കാര്യത്തിലും ഓവറോൾ 3D മാർക്കിൻ്റെ എല്ലാ ടെസ്റ്റിങ്ങിലും NV3 SSD നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത ബഡ്ജറ്റ് SSDസിൽ മേലെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് PC മാർക്ക് 10-ൻ്റെ ബെഞ്ച് മാർക്കിംഗ് സ്കോർസ് ആണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന റിയൽ വേൾഡ് യൂസേജസിൻ്റെ ബേസിസിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആപ്സും ബ്രൗസിങ്, എക്സൽ, വേർഡ് ഇതുപോലത്തെ കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് ബ്രൗസിങ്, ഫോട്ടോസ് കോപ്പി ചെയ്യുന്നതും വീഡിയോസ് കോപ്പി ചെയ്യുന്നതും, അതേപോലെ ലൈറ്റ് യൂസേജ് ഓഫ് ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ, ബേസിക് ചെറിയ ഡിസൈനിങ്ങിന് വേണ്ടി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സ്കോറിംഗ് നോക്കുവാണെങ്കിൽ ടോട്ടൽ സ്കോർ നമുക്ക് കിങ്സ്റ്റൺ NV3യുടെ 3437 ആണ്, വിച്ച് ഈസ് higher compared to all the SSDs. Even quick system benchmarkന്റെ ഓവറോൾ നോക്കുവാണെങ്കിലും സ്പീഡ് വൈസ് 417 Mbps ആണ്. സോ അതും ഈസ് ഓൺ എ ഹയർ സൈഡ്. സോ അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ച് SSD നിങ്ങൾ നോക്കുന്നുണ്ട്, നോർമൽ ബേസിക് പർപ്പസിന് വേണ്ടി, ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ ഇതുപോലത്തെ യൂസേജിന് വേണ്ടി, അത്യാവശ്യം ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു യൂസേജ് ആണെങ്കിൽ എന്തായാലും റെക്കമെൻഡബിൾ ആണ്. ഇനി നെക്സ്റ്റ് ആണ് PC മാർക്ക് 10ന്റെ ഡ്രൈവ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഇത് ആക്ച്വലി ഒരു ലോങ് ആൻഡ് എക്സ്ട്രീംലി ഡിമാൻഡിങ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. നമുക്ക് ടെസ്റ്റിംഗ് ടൈം തന്നെ ഒരു 20 hours ആണ് എടുക്കുന്നത്. സോ 20 hours കംപ്ലീറ്റ്ലി PC വർക്കിംഗ് ആയിരിക്കും. അത്രയും ലോഡും കൊടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് ബേസിക്കലി ഒരു ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയോ നോർമൽ ഗെയിമറിന് വേണ്ടിയോ ഒന്നുമല്ല. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന PC റെൻഡറിങ് വർക്ക്സിന് വേണ്ടി, അത്രയും മണിക്കൂർ നിങ്ങൾ PC കണ്ടിന്യൂസ്ലി ഓൺ ചെയ്ത് ഹെവി യൂസ് ചെയ്യുന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെഞ്ച് മാർക്കിംഗ് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ തന്നെയാണ് ഈ ഡ്രൈവിന്റെ ഒരു ഡ്രോബാക്ക് കാണുന്നത്. സ്കോർ വൈസ് നോക്കുവാണെങ്കിൽ ഇതുവരെ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റിലും മേലെയായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പം NV3 SSDയുടെ സ്കോർസ് 907 ആണ് ടോട്ടൽ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ. സോ ഈ സ്കോറുമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് WD-SN5000 ഇതിനേക്കാളും ബെറ്റർ ആണ്. അതേപോലെ XPGയുടെ Gemax S60 എന്ന മോഡൽ അതിലും ബെറ്റർ ആണ് ഫോർ
കണ്ടിന്യൂസ് ഹൈ എൻഡ് യൂസ്. സോ ഇത് വെച്ച് നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളൊരു ട്രൂ പ്രൊഫഷണൽ യൂസിന് വേണ്ടി ഒരു SSD നോക്കുന്നുണ്ട്. ഹൈ എൻഡ് റെൻഡറിങ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിട്ടുള്ള കളർ ഗ്രേഡിങ്, ഇതുപോലത്തെ ഹൈ എൻഡ് എഡിറ്റിംഗ് ഒക്കെ, ലോങ് ടേം യൂസ്, അങ്ങനത്തെ സിനാരിയോസിൽ എന്തായാലും കിങ്സ്റ്റൻ്റെ NV3 ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ലോങ് ടേം കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ എന്തായാലും നിങ്ങൾ കുറച്ചും കൂടി അത്രയും ഹെവി ആയിട്ടുള്ള PC എന്തായാലും എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഹൈ എൻഡ് SSDയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. NV3 എന്തായാലും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആകണമെന്നില്ല. ഇനി ഫൈനലി എൻഡ്യൂറൻസ് അല്ലെങ്കിൽ വാറന്റിയുടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് വൺ മോർ നെഗറ്റീവും കൂടെ കാണുന്നത്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് കിങ്സ്റ്റൺ ബ്രാൻഡിൻ്റെ സ്പെഷ്യലി ബഡ്ജറ്റ് സീരീസിൽ വരുന്ന SSDസിൻ്റെ എല്ലാം എൻഡ്യൂറൻസ് കുറച്ച് കുറവാണ് ആൻഡ് ഓൾസോ വാറന്റിയും 3 years ആണ്. യൂഷ്വലി എല്ലാ കമ്പനീസ് ഈ റേഞ്ചിൽ വരുന്നത് 5 years വാറന്റിയാണ് തരുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ വൈ കിങ്സ്റ്റൺ 3 years ആണ് വാറന്റി. സോ എൻഡ്യൂറൻസ് നോക്കുവാണെങ്കിലും കിങ്സ്റ്റൺ NV3 1TBയുടെ 320 TBW ആണ് ആൻഡ് വാറന്റി നമ്മൾ പറഞ്ഞ പോലെ 3 years ആണ്. ഇതിൽ ബാക്കി SSDs എല്ലാം കമ്പയർ ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം 5 years ആണ്. TBW നോക്കുവാണെങ്കിൽ 1-2 എക്സെപ്റ്റ് 1 or 2 സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ക്രൂഷ്യൽ P3+ഉം, ഇത് ഞാൻ ക്രൂഷ്യൽ P3+ SSDയുടെ റിവ്യൂലും പറഞ്ഞാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻഡ്യൂറൻസ് എന്തായാലും കൂടുതലാണ്, ബട്ട് വാറന്റി അഗൈൻ 3 years ആണ്. ഈ WDയുടെ ഓൾമോസ്റ്റ് എല്ലാം 600 ആണ് കിട്ടുന്നത് ആൻഡ് XPGയുടെ കുറച്ച് ഹയർ മോഡൽസ് നോക്കുവാണെങ്കിലും 640 600 മേലെയാണ് 1TBയുടെ വരുന്നത്. സോ ഇത് അഗെയിൻ ഒരു ഫാക്ടറാണ് വിച്ച് ഈസ് സബ്ജക്റ്റീവ്. അതായത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, 3 years ഓക്കെയാണ്. ഈ ഒരു TBW 320 TBW എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. നോർമൽ യൂസേജിന് ഞാൻ ക്രൂഷ്യൽ P3+ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 220 TBW തന്നെ കൂടുതലാണ്. സോ ഇവിടെ നമുക്ക് എന്തായാലും 100 TBW എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ ഒരു നോർമൽ കാഷ്വൽ യൂസേജ്, കാഷ്വൽ ഗെയിമറിനായാലും കാഷ്വൽ എഡിറ്റിംഗ് എന്ത് യൂസേജിനാണെങ്കിലും 320 TBW അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻഡ്യൂറൻസ് റേഞ്ച് തന്നെയാണ്. ബട്ട് നമുക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ വേറെ SSDസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും 600 മേലെ കിട്ടുന്നുണ്ട്. സോ ബോട്ടം ലൈൻ 100% എല്ലാവർക്കും റെക്കമെൻഡും ചെയ്യുന്നില്ല. പ്രൈസിങ് ഞാൻ പറയാം, പ്രൈസിങ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഡീൽസിലൊക്കെ 5000 താഴെ നിങ്ങൾക്ക് ഈ SSD കിട്ടുവാണെങ്കിൽ, ഒരു 4700 ഈ റേഞ്ചിൽ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 5000 താഴെ ഈ SSD കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി എടുക്കാവുന്ന ഒരു SSD ആണ്. ബിക്കോസ് സ്പീഡ്സ് എന്തായാലും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. 6000+ സ്പീഡ്സ് നമുക്ക് ഈസിലി കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ആൻഡ് ഓൾസോ മെമ്മറി കൺട്രോളർ നോക്കുവാണെങ്കിലും സിലിക്കോൺ മോഷന്റെ ആണ്, നാൻഡ് ഫ്ലാഷും കിയോക്സിയോ ബ്രാൻഡിന്റെ ആണ്. സോ ഈ 2 മേജർ പോയിന്റ്സിൽ തന്നെയാണ് ഞാനിത് ബഡ്ജറ്റ് യൂസേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും കിങ്സ്റ്റൺ NV2 ആൻഡ് NV1 നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിലും മച്ച് ബെറ്റർ ആണ്. സ്പീഡിന്റെ കാര്യത്തിലും കോമ്പണൻസിന്റെ കാര്യത്തിലും എന്തായാലും മച്ച് ബെറ്റർ ആണ്. ബട്ട് വാറന്റി കാര്യങ്ങൾ എന്തായാലും ദാറ്റ് റിമെയിൻസ് ദ സെയിം. സോ ഇത് എന്തായാലും നമ്മുടെ PC ബിൽഡ്സിലും NV3 ഞാൻ ബഡ്ജറ്റ് റേഞ്ചിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ബിൽഡിൽ നമ്മളതാണ് യൂസ് ചെയ്തത്. 2 SSDs വേണമായിരുന്നു. സോ ഒന്ന് നമ്മൾ മെയിൻ SSD കൊടുത്തത് WDയുടെ SN5000 ആണ് ഓഫ് കോഴ്സ്. പിന്നെ ഒരു സെക്കൻഡറി ഡ്രൈവ് ആയിട്ട് എന്തായാലും കിങ്സ്റ്റന്റെ NV3 ഇതാണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡറി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ലാത്തൊരു SSD ആണിത്. മെയിൻ ഡ്രൈവ് നിങ്ങൾക്ക് കുറച്ചും കൂടി വാറന്റിയും എൻഡ്യൂറൻസ് ഉള്ള ഒരു മോഡൽ വെച്ചിട്ട് ഇൻ കേസ് 2 ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഡ്രൈവായിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ നല്ലൊരു ഡ്രൈവാണ്. ബട്ട് അഗൈൻ ബഡ്ജറ്റും നിങ്ങളുടെ പ്രിഫറൻസിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടി വാറന്റി ഉള്ളത് വേണമെങ്കിൽ ഓഫ് കോഴ്സ് ഗോ വിത്ത് അതർ ബ്രാൻഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ, റിവ്യൂ ഓഫ് കിങ്സ്റ്റൺ NV3 NVMe SSD. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസ് ഓർ ടെക് കൺസൾട്ടേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.